ഇന്നലെ നമ്മൾ ഒരു ഡേറ്റ നൽകിയിരുന്നു. അതിൽ തന്നെ കേരളം പോലും ഈ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിലേറെ പിന്നിൽ എന്നത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെൻസസിനായി വരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാരം വർദ്ധിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഭവന സന്ദർശനങ്ങൾ അവർ ആരംഭിച്ചോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ അവസാന ദിവസമായതുകൊണ്ട് അതുവരെയുള്ള വിവരങ്ങളും മറ്റുമാണ് പങ്കുവച്ചതെങ്കിൽ ഇപ്പോൾ നമുക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത് ഇത് പൂർത്തീകരിച്ചതിൻ്റെ ഒരു ഡാറ്റയാണ്. എന്യൂമറേഷൻ പൂർത്തീകരിച്ചതിൻ്റെ ഒരു ഡാറ്റയാണ് നമുക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം ഈ സെൽഫ് എന്യൂമറേഷൻ നടന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അവിടെ 2,59,497 പേർ സെൽഫ് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 1,99,334. മലപ്പുറത്ത് ഇന്നലെ 80 ആയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഒരു സമയം കൊണ്ട് മാത്രം അത് 1,00,000 മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തും 1,00,000 പിന്നിട്ടിട്ടുണ്ട്. 1,03,011 പേർ. തൃശ്ശൂരിൽ 83,796. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലാണ്. 22,519 പേർ മാത്രമാണ് ഇടുക്കിയിൽ ഇത് പൂരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി സെൽഫ് എന്യൂമറേഷൻ അതിൻ്റെ നടപടികൾ കഴിഞ്ഞു. ഇനി നേരിട്ടുള്ള കണക്കെടുപ്പും കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ നഗരസഭയിലാണ്. എന്നോടൊപ്പം നഗരസഭ സെക്രട്ടറി ചേരുന്നുണ്ട്. ഇപ്പോൾ സർ, സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത ഘട്ടം എന്താണ്? ഇനി ലൈവായിട്ട് തന്നെ നേരിട്ട് വീടുകളിൽ ചെന്ന് എന്യൂമറേഷൻ നടത്തുകയാണ്. നമുക്ക് 82 പേരാണ്, 82 എന്യൂമറേറ്ററാണ് ഉള്ളത്. 14 സൂപ്പർവൈസർമാരാണ് ഉള്ളത്. അവർ ഇനി എല്ലാ വീടുകളും കയറി അതിന് ഓരോ വീടുകൾ മാത്രമല്ല എല്ലാ കെട്ടിടങ്ങളും നമ്പരെല്ലാം ഉൾപ്പെടെ ഇട്ട് അത് ചെയ്യാനുള്ള പരിപാടി. ഓരോ നമ്പരും ഇട്ട് ഓരോ വീടുകളിലും ഓരോ കെട്ടിടങ്ങളിലും കയറി എന്യൂമറേഷൻ നടത്തും. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കൂട്ടമായിട്ട് താമസിക്കുന്ന, അതായത് അതിഥി തൊഴിലാളികൾക്ക് താമസിക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ കാണും. ആ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങളുണ്ടെങ്കിൽ ആ ഒരു വീടിന് ഒരു നമ്പരേ ഉള്ളെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ നമ്പർ, അതായത് അവിടെ ഒരു 3 കുടുംബം താമസിക്കുന്നെങ്കിൽ 1 തൊട്ട് 3 വരെയുള്ള നമ്പറിട്ട് അവരുടെ എല്ലാം ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ എന്യൂമറേഷൻ നടത്തുമ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്നുള്ള കണക്കാണ് എടുക്കുന്നത്. അല്ലാതെ വെളിയുള്ളൊന്നും അല്ലാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഉള്ളവർ ആ സമയത്ത് ഇവിടെ അവരില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ അന്ന് ഗൾഫിലാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒഴിവാക്കും നമ്മൾ. അപ്പോൾ ഇവിടെ ആ ഒരു ഡേറ്റിൽ എത്ര പേരുണ്ടോ എന്നുള്ള കണക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഘട്ടത്തിൽ ഈ കെട്ടിടങ്ങളുടെയാണോ ഉണ്ടാവുക? ജനസംഖ്യ കണക്കെടുപ്പാണോ? ജനസംഖ്യയല്ല, ആദ്യം കെട്ടിടങ്ങളുടെയും അവരുടെ സൗകര്യങ്ങൾ, വീടുകളുടെ കണക്കുകൾ, ബാക്കി കുടുംബങ്ങളെ എണ്ണമൊക്കെ എടുക്കും. പക്ഷേ പേരൊക്കെ അത് നമ്മൾ ഈ സെൻസസ് പൂർത്തിയാകുന്നത്, അതായത് സെൻസസിൻ്റെ ഡേറ്റ് തന്നെ 2027 2027 ഫെബ്രുവരി അവസാനം വരെയാണ് നമുക്കിപ്പോൾ ഡേറ്റ് ഉള്ളത്. ഇപ്പോൾ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ആദ്യം ഈ അസറ്റുകളുടെ എല്ലാം കണക്കെടുപ്പും അവരുടെ സൗകര്യങ്ങളുടെ കണക്കെടുപ്പും ഒക്കെയാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷമാണ് ബാക്കി 2ാം ഘട്ടമായിട്ട് ബാക്കിയുള്ള ഈ എണ്ണവും ഈ ജനങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ എന്യൂമറേഷൻ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഗുണം ചെയ്യുക? അല്ലെങ്കിൽ എന്യൂമറേഷൻ പൂർത്തീകരിക്കാത്തത് എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുക? സെൽഫ് എന്യൂമറേഷൻ എന്ന് വെച്ചാൽ അവർ തന്നെ ഡയറക്റ്റ് കയറി ചെയ്യാൻ പറ്റും. നമുക്ക് 34 ക്വസ്റ്റ്യങ്ങളാണ്. അത് നമുക്ക് തന്നെ കയറി നമ്മൾ ആ സൈറ്റിൽ കയറി മൊബൈലിൽ കൂടി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ എന്യൂമറേറ്റർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത്രയും പണി വരുന്നില്ല. ആ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇവർ അതിനകത്ത് ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ കയറി അവർ അപ്രൂവ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം കാര്യങ്ങൾ സ്പീഡിൽ നടക്കും. ഇപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ കൂടുതലും എന്യൂമറേറ്റർമാരെന്ന് പറയുന്നത് ടീച്ചർമാരാണ്, സൂപ്പർവൈസർമാരും അതേപോലെ ഹയർ സെക്കൻഡറി ടീച്ചർമാരൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പഠനം മുടക്കാതെ അവധി ദിവസങ്ങളിലായിട്ട് ഈ മാസം 8 ദിവസം, അതായത് ജൂലൈ 1 തൊട്ട് ജൂലൈ 31 വരെയാണ് നമ്മൾ ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അതുവരെയേ ഉള്ളൂ ഇനി സമയം. അപ്പോൾ 8 അവധി ദിവസങ്ങൾ വരുന്നുണ്ട്, ശനി ഞായറായിട്ട്. ആ ദിവസങ്ങൾ കയറി ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 8 ദിവസം കൊണ്ട് തീരാതിരിക്കും. കാരണം വെച്ചാൽ ചെയ്തിട്ടില്ലെങ്കിലാണ് സമയം കൂടുതൽ എടുക്കും. അതോടൊപ്പം തന്നെ പക്ഷേ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റികൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ വീടുകളുടെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് 150 തൊട്ട് 200 വീട് വരെ ഒരു എന്യൂമറേറ്റർ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഡിവിഷനിൽ തന്നെ, ഒരു വാർഡിൽ തന്നെ 650-ൽ കൂടുതൽ വീടുകളുണ്ട്. നമുക്കത് കാരണം പക്ഷേ 82 എന്യൂമറേറ്റർമാരെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൂ. ആയതുകൊണ്ട് അത് വെച്ച് നമ്മൾ ബ്ലോക്കുകൾ തിരിച്ച് 82 ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റിസ്ക് സമയമെടുക്കും. ആൾത്താമസമില്ലാത്ത വീടാണെങ്കിലും കണക്കിൽപ്പെടും അല്ലേ? ആൾത്താമസം ഇല്ലാത്ത വീടാണെങ്കിൽ കണക്കിൽ ഉൾപ്പെടുത്താൽ പോലും അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും വരത്തില്ല. തൊഴിലാളികൾ എങ്ങനെയാണ് അതിൽ ഉൾപ്പെടുത്തുക? അതിഥി തൊഴിലാളി എന്നല്ല, അന്ന് ഇവിടെ ഈ സ്ഥലത്ത് ആരുണ്ടോ അവർ വേറെ രാജ്യക്കാരല്ല, ഇന്ത്യക്കാരാണെങ്കിൽ അവരുടെ എല്ലാം കണക്ക് ഇവിടുത്തെ കണക്കിൽ തന്നെ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്.
പക്ഷെ അത് ജനസംഖ്യയുടെ കണക്കിലേക്ക് വരുമ്പോൾ അത് അടുത്ത സെൻസസ് കഴിഞ്ഞിട്ട് അല്ല, ജനസംഖ്യയുടെ ഏപ്രിൽ അടുത്ത 2027 ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേനും വരത്തുള്ളൂ. അത് പൂർത്തീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു ഡേറ്റ് ഇട്ട് ഇതൊരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ സ്വയമായിട്ട് പറയുന്നത് ഇന്ന ഡേറ്റിൽ ഇവിടെ എത്ര ജനങ്ങളുണ്ടായിരുന്നു എന്ന് കണക്കാണ് വരുന്നത്. അല്ല, ഇപ്പോഴത്തെ അല്ല, സെൻസസിൻ്റെ ഇതായിട്ട് വരുന്നത്. പ്രദേശത്തെ ജനസംഖ്യയായിട്ട് കണക്കാക്കാൻ കഴിയില്ല അല്ലേ? ഒരു പ്രദേശവും തീർത്ത് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യം. വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ളവരും ഇവിടെ താമസിക്കുന്നത്. അത് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ അന്നത്തെ ദിവസം എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് വരുന്നത്. മറ്റുള്ള സ്റ്റേറ്റിൽ അങ്ങനെ വരും. ഒരേ സമയം തന്നെ നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെട്ട് വരികയും ചെയ്യും. ഈ നമ്മുടെ ജൂലൈ ഈ ഒരു മാസത്തെ ഇതാണ്. കുറവൊരു വലിയ പ്രതിസന്ധി ആകുന്നുണ്ടോ? ഉണ്ടാവും. അവർ പരാതി ഇങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പം 450-500 കെട്ടിടങ്ങൾ വരെ ഉണ്ടെന്ന് അവർ ജസ്റ്റ് ആദ്യമൊന്നും അവർ സർവേ നടത്തിയിരുന്നു, ഇത് നമ്മൾ സാമ്പിളായിട്ടൊക്കെ. അപ്പോൾ അത് അവർ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പെരിന്തൽമണ്ണ കൂടുതലും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒത്തിരി കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഇതുണ്ട്. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കെട്ടിടങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞവരെ സമാധാനിപ്പിച്ച് വിട്ടേക്കുവാണ്. അവർ അടുത്ത ടീം റെഡിയായിട്ടിരിക്കുവാണ്. നമ്മൾ ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അഭിലാഷ്, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ സംഘങ്ങൾ നിലവിൽ രാവിലെ കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സംഘം ഈ നടപടികൾക്കായിട്ട് പോകാൻ തയ്യാറായിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ കെട്ടിടങ്ങളുടെയും മറ്റ് വിശദാംശങ്ങളുമാണ് ശേഖരിക്കുക. അതായത് അവിടെ ഉണ്ടായിരുന്നവർ മറ്റ് സംസ്ഥാനക്കാരാണെങ്കിലും ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരായിട്ട് തന്നെ ഉൾപ്പെടുത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ കണക്കെടുപ്പിൻ്റെ ആദ്യ ഘട്ടമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഈ സെൻസസിലേക്ക് കടക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനൊക്കെ ഒരു മറുപടി കൂടിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. തീർച്ചയായും അങ്ങനെ രാജ്യവ്യാപകമായ ഒരു സെൻസസിലേക്കാണ് കടക്കുന്നത്. തീർച്ചയായും എല്ലാവരും അതിൽ പങ്കാളികളാവുക എന്ന് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.